തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ജന്മാഷ്ടമി സന്ദേശം. ഡോക്ടർ CT ഫ്രാൻസിസ്. അഷ്ടമി രോഹിണി ആഘോഷത്തിനു മുന്നോടിയായി മാതൃഭൂമിയുടെ നേതൃത്വത്തിൽ ജന്മാഷ്ടമി സന്ദേശം പ്രഭാഷണം ഇന്ന് വെള്ളിയാഴ്ച 9 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ നടത്തപ്പെട്ടു. പ്രഭാഷകൻ ഡോക്ടർ CT ഫ്രാൻസിസ്, പാലാ സെൻറ് തോമസ് കോളേജ് സംസ്കൃത വിഭാഗം മുൻ മേധാവിയും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സംസ്കൃത അക്കാദമി ക്യാബിനറ്റ് ചെയർമാനും സംസ്കൃത പ്രചാരകനുമാണ്. മാതൃഭൂമി കോട്ടയം ഡിവിഷൻ മാനേജർ സുരേഷ്, ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് KK പുഷ്പാങ്കദൻ, മാനേജർ B ഇന്ദിര, അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ്, ഭരണസമിതി അംഗം രേണു, ക്ഷേത്രം മാതൃസമിതി ഭാരവാഹികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിന് ഭദ്രദീപം തെളിയിച്ചു. നമുക്ക് വലിയ ആൾക്കൂട്ടത്തെ കൂട്ടാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നമുക്കറിയാം, വെള്ളിയാഴ്ച ദിവസം വർക്കിംഗ് ഡേ രാവിലെ 9 മണി എന്ന് പറയുമ്പോഴേ സാധാരണ ആൾക്കാർക്ക്, അമ്മമാർക്കും സാധാരണ വ്യക്തികൾക്കും ഒക്കെ, കടകളിൽ പോകുന്നവർക്ക്, ജോലിക്ക് പോകുന്നവർക്ക് വർക്കിംഗ് ഡേ ആണ്. അതിൻ്റെ അഭാവമുണ്ട്. ഞാനും മാതൃഭൂമിയെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിന് ഒരു ചരിത്രം പറയാൻ പറ്റത്തില്ല. ചരിത്രപരമായ കടമകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ മാതൃഭൂമി എടുത്ത നിലപാടുകൾ, അത് KP കേശവമോഹനാണേലും MD നാലപ്പാട്ടാണേലും പിന്നെ മാനേജ്മെൻ്റ് ആണെന്ന് പറഞ്ഞാലും കേരളത്തിൻ്റെ ഭാവി നിർണയത്തിൽ എടുത്ത നിർണായകമായ പങ്കുകൾ എടുത്തു പറയേണ്ടതാണ്. അതും ആ ബ്യൂറോ ചീഫുമാരുടെ കാര്യങ്ങളാണ്. അത് മാതൃഭൂമി മാനേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകാറുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ സഹായ സഹകരണങ്ങൾ ക്ഷേത്രാഭിവൃദ്ധിക്ക് നൽകുന്ന പത്രമാണ് മാതൃഭൂമി. അങ്ങനെ ഹൈന്ദവ ധർമ്മം ഉയർത്തിപ്പിടിക്കുവാനും ക്ഷേത്രാചരണങ്ങളെക്കുറിച്ചും ക്ഷേത്രധർമ്മങ്ങളെക്കുറിച്ചുമൊക്കെ പറയുവാനും മാതൃഭൂമി കാട്ടുന്ന ആ നല്ല മനസ്സിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് CT ഫ്രാൻസിസ് സാറിനെ കൃഷ്ണാഷ്ടമി പ്രഭാഷണം സന്ദേശം നൽകുവാനായി തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെയും മാതൃഭൂമി കോട്ടയം യൂണിറ്റിൻ്റെയും നേതൃത്വത്തിൽ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിലേക്ക് ഏറെ ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്തുകൊണ്ടാണ്. പല യൂണിവേഴ്സിറ്റി അന്നൊക്കെ ആദ്യം കേരള യൂണിവേഴ്സിറ്റി വന്നപ്പോൾ അതിൻ്റെ ധ്യേയവാക്യം കർമ്മണി വ്യജ്യതേ പ്രജ്ഞ എന്നാണ്. കർമ്മത്തിൽ ഒരാളുടെ പ്രവൃത്തിയിൽ അയാളുടെ ബുദ്ധി തെളിഞ്ഞ് കാണാം. കർമ്മണി വ്യജ്യതേ പ്രജ്ഞ കേരള യൂണിവേഴ്സിറ്റിയുടെ മുദ്രാവാക്യം. ഇത് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം യഥായഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാ ആത്മാനം സൃജാമി. അപ്പം അധർമ്മത്തിന് അഭ്യുദയം ഉണ്ടാകുമ്പോഴൊക്കെ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, ധർമ്മത്തിന് ഉത്കർഷമുണ്ടാക്കുക, അധർമ്മകാരികളെ ഒതുക്കുക എന്ന് പറയുന്നത് നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ അർത്ഥം. വിശേഷമാണ് ഗ്രഹിക്കുകയാണ് അല്ലെ, ബ്രിങ് ഇൻ ടു അബ്സല്യൂട്ട് കൺട്രോൾ. അതാണ് വിശേഷമാണ്, ഗ്രഹിക്കലാണ് അത്. അപ്പം അതിനുള്ളതായ പ്രക്രിയകൾ നടക്കുന്നു പല പല രൂപത്തിൽ, ആചാര്യന്മാരുടെ രൂപത്തിൽ, വിമർശകന്മാരുടെ രൂപത്തിൽ ഒക്കെ അങ്ങനെയുള്ള പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അതിന് എന്ത് വേണം? ധർമ്മം പുലരണമെങ്കിൽ ഓരോരുത്തരും അവനവൻ്റെ കർത്തവ്യം അനുഷ്ഠിക്കണം. ബോധനം കർമ്മണ്യേവ അധികാരസ്ഥ മാ ഫലേഷു കഥാചന മാ കർമ്മ ഫലഹേതുർഭൂഹു മാ തേ സങ്കോസ്വകർമ്മ. കർമ്മത്തിലാണ് നിന്റെ അധികാരം, കർമ്മഫലത്തിലല്ല. അപ്പോൾ പലരും വിചാരിക്കാറുണ്ട്, അപ്പോൾ കൂലി വാങ്ങാൻ പാടില്ലേ? കൂലി വാങ്ങാം, അത് കർമ്മത്തിൻ്റെ അധികാരം തന്നെയാണ്. പക്ഷെ ഭഗവാൻ പറയുന്ന ഫലത്തിലല്ല എന്ന് പറയുന്നത്, അത് കർമ്മഫലത്തിൽ അധികാരമുണ്ടെന്ന് വന്നാൽ ലോകത്തിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. ഇപ്പോൾ നമ്മുടെ പറമ്പ് കിളയ്ക്കുന്ന ആൾക്ക് അതിൻ്റെ കൂലിക്ക് അവകാശമുണ്ട്, അത് കൂലി കൊടുക്കാം. പക്ഷെ പറമ്പ് കിളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഫലം എന്താണ്? അവിടെ നല്ല വിളവുണ്ടാകുന്നു എന്നുള്ളതാണ്. ആ വിളവിൽ ആർക്ക് അധികാരമില്ല? ഈ കിളച്ച ആൾക്ക് അധികാരം. അങ്ങനെ അത് പക്ഷെ അധികാരമുണ്ട് എന്ന് സ്ഥാപിക്കാൻ തുടങ്ങിയതോടുകൂടി
ജീവിതം വളരെയേറെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പം എന്തായി? അപ്പം അതിൻ്റെയും ഇത്ര ശതമാനം എനിക്ക് കിട്ടണം. ഈ ശതമാനക്കണക്ക് മുഴുവൻ, കമ്മീഷൻ മുഴുവൻ അങ്ങനെ വന്നതാണ്, ഈ വ്യവസ്ഥയിൽ വന്നതാണ്. എന്തുകൊണ്ടാണ്? തെക്കോട്ട് തിരിഞ്ഞു നിന്നിട്ടാണ് ഈ കർമ്മം അനുഷ്ഠിക്കുക. തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇടത്തോട്ട് ഇട്ടാൽ എങ്ങനെയാണ്? കിഴക്ക് ഭാഗത്തു നിന്നാണ് ഇത് വരിക അല്ലേ? തെക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഇടത്തോട്ട് മുഴുവനിട്ടാൽ അത് പ്രാക്ക്, കിഴക്ക് ഭാഗത്ത് നിന്നുള്ള എന്താണ്, അതിനെ ആവരണം ചെയ്തിട്ട് നിൽക്കും. അത് പ്രാചീന ആവീതം എന്ന് പറയുന്നത്. അപ്പൊ പിതൃകർമ്മങ്ങൾക്ക് അത് ദേവകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഉപവീതം, അല്ലാത്തപ്പോൾ പ്രാചീന ആവീതം. സാധാരണ മനുഷ്യന്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എന്താണ്, അതിന് യൂണിഫോമിന്റെ ഒരു വിലയില്ല, അത് തന്നെ തൂക്കിയിടാണ്.